ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുവാണ്. ചിക്കൻ വാഴയിലയിൽ വാട്ടിയ വാഴയിലയിൽ പൊതിഞ്ഞ് ഇഡ്ഡലിക്കുട്ടത്തിനകത്ത് വെച്ച് ആവി കയറ്റിയിട്ട് നമ്മൾ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാതെ, അതായത് ആ ചിക്കന് നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ, അത് നീരിറങ്ങുമ്പോൾ നെയ്യ് ഉണ്ടാവും, അത് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ കഴുകി വൃത്തിയാക്കുവാണേ. വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്കിത് ആവിയിൽ വേവിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഒത്തിരി പീസൊന്നും ആക്കത്തില്ല, കുറച്ച് പീസാക്കിക്കൊണ്ട് ഇതിനകത്ത് മസാലയൊക്കെ ചേർത്ത് വേറൊരു രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇഡ്ഡലിക്കൂട്ടത്തിനകത്ത് ആവി കയറ്റിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. നോക്കിക്കോണേ, ഇതിനകത്ത് ഒരുപാട് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. നമ്മളിതെല്ലാം വരഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി മസാല വരട്ടുണ്ടേ. അപ്പോൾ മസാല എന്തൊക്കെയാണെന്ന് നമുക്ക് എടുത്തിട്ട് വരാം. എന്നിട്ട് നമ്മളിന്ന് വെറൈറ്റി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം എല്ലാ പ്രാവശ്യവും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അകത്ത് വെച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ ഇങ്ങനെ പറയുന്നുണ്ട്, വീഡിയോ അകത്ത് വെച്ചെടുക്കുന്ന കാരണം ക്ലിയർ ആവുന്നില്ല എന്ന്. അപ്പോൾ ഇത് നമ്മൾ വെളിയിൽ അടുപ്പ് കൂട്ടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാളായി വീഡിയോസ് ഇട്ടിട്ട് അത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. മെയിനായിട്ട് എൻ്റെ ഫോണില്ലായിരുന്നു, ഫോണിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇനി ഇതെല്ലാം മസാല പുരട്ടിയിട്ട് ഓടി വരാം. അപ്പം നമ്മളത് ആവിയിൽ വെച്ച് വേവിക്കാൻ, ആദ്യമേ ആവിയിലാണ് വെക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ മസാല പുരട്ടി വാഴയിലയിൽ പൊതിഞ്ഞാണ് വെക്കുന്നത്. അപ്പോൾ അതിന് ചേരുന്ന മസാല എന്തൊക്കെയാണെന്നറിയാം. പെരുംജീരകം, 3 സ്പൂണ് പെരുംജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 6 ഏലക്ക, ഒരു 100 ഇപ്പോഴത്തെ വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി, അത് ഇത് തൂക്കി നോക്കിയാൽ ഒരു 50 ഗ്രാമിന് മേളിലുണ്ട്. 50 ഗ്രാം വെളുത്തുള്ളി, 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ഇഞ്ചി ഇതാക്കിയത്, പിന്നെ കുരുമുളക് പൊടി, മസാലപ്പൊടി, മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സിയിൽ അരച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം വരഞ്ഞിടണ്ടോ, വരഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ കാണിച്ചില്ലായിരുന്നോ, മിക്സിയിൽ ഇട്ട് അരയ്ക്കാനായിട്ട് കുറേ അരപ്പെടുത്ത് സാധനങ്ങൾ കാണിച്ചില്ലായിരുന്നു, സ്പൈസസ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ. അപ്പോൾ അത് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലോട്ട് പുരട്ടി കൊടുക്കാം. ആവി കയറ്റുന്ന ചിക്കന് പുരട്ടി കൊടുക്കാം. ഇത് നല്ലോണം പുരട്ടി പിടിപ്പിച്ചിട്ട് വേണം ആവി വരാൻ. നമ്മൾ ആവിയിൽ ഇതാക്കിയിട്ടാണ് ചിക്കൻ ഇത് വറുത്ത് എടുക്കാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് ആവിയിൽ ശരിയാക്കി എടുക്കാം. മസാല നല്ലോണം വേണം കേട്ടോ, കാരണം ആവിയിലാക്കി എടുക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ എരിവും പുളിയൊക്കെ പിടിച്ചെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. മസാലയൊക്കെ നല്ല വൃത്തിക്ക് വേണം. അപ്പോൾ ഇതെല്ലാം പുരട്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് തീ കത്തിച്ച് ഇഡ്ഡലിക്കൂട്ടം എടുത്തിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് അടുപ്പ് വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മൾ വെളിയിൽ വെച്ച് ചെയ്യാനായിട്ട്, ചിക്കൻ വറുത്ത് വെച്ചിരിക്കാനായിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ച് ഇല വാട്ടുവാണ്. ഇല വാട്ടി എടുത്ത് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇല വാട്ടിയിട്ട് വരാം. അങ്ങനെ വാഴയില വാട്ടി നമ്മളെടുത്ത് ഇനി നമുക്കിതൊന്ന് തുടച്ചിട്ട് നമ്മുടെ ചിക്കൻ അതിനകത്ത് പൊതിഞ്ഞെടുക്കണേ. അപ്പം നമുക്ക് അതിന് മുന്നേ വേറൊരു കാര്യമുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇഡ്ഡലിക്കൂട്ടത്തിൽ വെള്ളം വയ്ക്കാം. അപ്പം നമ്മൾ ചിക്കൻ പൊതിഞ്ഞ് വരുമ്പോഴത്തേക്ക് വെള്ളം വയ്ക്കും. അപ്പോൾ നമുക്ക് വെള്ളം എടുത്തിട്ട് വരാം. തീ നല്ലോണം കത്തി. അങ്ങനെ നമ്മൾ ചിക്കൻ പെറുക്കി വാഴയിൽ വേവിച്ചിട്ടല്ലേ വറക്കുന്നത്. അപ്പോൾ നമ്മളിത് വാഴയിൽ പൊതിഞ്ഞാണ് എടുക്കുന്നത്. നമുക്ക് പൊതിഞ്ഞെടുത്താൽ തന്നെ പോരാ, നമുക്കിതൊന്ന് കെട്ടിയെടുക്കണം. നമുക്ക് വാഴനാരിട്ട് കെട്ടിയെടുക്കാം. ഇത് തുറക്കുമ്പോഴത്തേക്ക് ആവിയിൽ വെന്ത് കഴിയുമ്പോൾ നമ്മൾ തുറക്കുമ്പോൾ നല്ല മണമാണ്. കാരണം വാഴയിലല്ലേ നമ്മൾ പൊതിച്ചോറയിൽ
പൊതിച്ചോറിൻ്റെ കാര്യം എടുക്കത്തില്ലേ, വാഴയിലയിൽ പൊതിച്ചോറ് എടുക്കുമ്പോഴും അതിങ്ങനെ തുറക്കുമ്പോൾ നല്ല മണമല്ലേ, ഇന്ന് പ്രത്യേക ഒരു ടേസ്റ്റ് ഇല്ലേ എന്ന് പറയുന്നത്. നമുക്ക് ഇതെല്ലാം നമുക്ക് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം. ഇതേ കണ്ടോ, നമുക്ക് എന്താ വൃത്തിയായി എല്ലാം നമുക്കിപ്പം കെട്ടി കൂട്ടത്തിനകത്ത് ആവിയായി. ഇതിനകത്ത് നമ്മളൊരു എക്സ്ട്രാ ഒരു പാത്രം വെച്ചിട്ടാണ് അതിൻ്റെ അടിയിൽ വെള്ളം വെച്ച് തിളച്ച വെള്ളമേ നമ്മൾ ആവിയിലേക്ക് ഈ ഇലയിലാക്കിയ ചിക്കൻ വയ്ക്കുക. ഒരു ചെറിയ ഇതിലൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇഡ്ഡലിക്കൂട്ടം അടയ്ക്കും. ഇതിലൂടെ വെച്ചിട്ട് നമുക്ക് അത് ഇച്ചിരി വാടാപ്പിലയാണ്, കാരണം പുരട്ടി വന്നപ്പോൾ ഒരു കഷ്ണത്തിന് അധികമുണ്ട്. അപ്പം നമുക്കിനി ആവിയിലിരുന്ന് വേവട്ടെ. അതാണ്ടേ ആവിയിൽ ഇലയെല്ലാം വാടിയത് കണ്ടേ, ഇല നമ്മൾ വാട്ടിയതാണ് എങ്കിലും മൊത്തത്തിൽ വാടി. അപ്പം ഈ ഇത് ചിക്കൻ വെന്തിട്ടുണ്ടാവും. വെള്ളമൊക്കെ തുറന്നപ്പോൾ ഒരു മണമുണ്ടല്ലേ, അതി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വെന്ത് ഇട്ടുണ്ടാവും എങ്കിലും നമ്മൾ സംശയം തീർക്കാനായിട്ട് കുറേ നേരം കൂടെ ആവിയിലിരിക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് ഇത് ചീനിച്ചട്ടിയിൽ വറക്കാം. അങ്ങനെ നമ്മൾ ആവിയിൽ വേവിച്ചത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കത് ഓരോ കഷ്ണമായിട്ട് ഇറക്കാം. അപ്പം നമ്മളിത് ചൂടോടാണ് എടുക്കുന്നത്. ഇങ്ങനെ ആവിയിൽ വെച്ചിട്ട് കൈയിട്ടൊന്നും എടുക്കരുത്, ആരെല്ലാം പരീക്ഷിച്ചാൽ തന്നെ ഇവരും അറിയും പുള്ളിപ്പൂ. നമുക്ക് നന്നായിട്ടെടുത്ത് പ്ലേറ്റിലെടുക്കാം. ഇനി നമുക്ക് എടുത്തിട്ട് ഇത് തണുത്തെങ്കിലും നമുക്കൊന്ന് തുറന്ന് നോക്കാൻ പോലും പറ്റത്തുള്ളൂ എന്തായി അവസ്ഥയെന്ന്. അങ്ങനെ നമ്മൾ ഇത് അത് പിച്ചാത്തി കാണിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, പൊളിക്കാൻ പാടാം. നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. ഇതാണ്ട് കണ്ടോ, ഇത് സൂപ്പറായിട്ട് ഉണ്ട്. എന്തില്ലേ അതി നല്ല മണമുണ്ടല്ലേ, സൂപ്പർ. ഇതാ വെന്ത് ഭയങ്കര ചൂടാണ്, അടിപൊളിയായിട്ട് ഉണ്ട്. അപ്പം ഈ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. സൂപ്പർ ആയിട്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വെന്ത് കാണിക്കാം, നല്ലതായിട്ട് അടന്ന് വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യത്തില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഫ്രൈ ചെയ്യുന്ന കണ്ടിട്ട് വരാം. നമ്മൾ അത് എന്തുവാണോ ഈ ആവിയിൽ വേവിച്ചതാണ്. ഇനി നമ്മളൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് ഈ മസാലയും കൂടെ നമ്മൾ ചേർക്കും, കാരണം വാഴയിലയിലെ മസാലയല്ലേ, അത് കളയണ്ട. നല്ല സൂപ്പർ സാധനം. നമുക്ക് ഓരോന്നിങ്ങനെ പൊതി അയച്ച് നമുക്കത് എടുക്കാം. ഞങ്ങൾ ആവിയിൽ വേവിച്ചതെല്ലാം ഇലയിൽ എടുത്തിട്ട് ഞങ്ങൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്. ഇത് ചെറിയ ചീനിച്ചട്ടി ആയത് കാരണം 3 കഷ്ണമേ വെക്കാൻ പറ്റൂ, മാക്സിമം വയ്ക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഒരെണ്ണം കൂടെ നമുക്ക് കറക്റ്റ് 4 വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മസാലയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, എന്നെങ്കിലല്ലേ വാഴയിലയുടെ മണമൊക്കെ വരുമ്പോൾ നല്ല സെറ്റപ്പാണ്. വാഴയില അതിനകത്ത് വീണ് അപ്പോൾ നമുക്ക് ഒന്ന് ഈ പാത്രം കൊണ്ട് തന്നെ അടച്ച് വെച്ച് ആവി കൊടുക്കും. ഓക്കെ, നമ്മൾ ഇത് ആവിയിൽ വേവിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുവാണ്. കണ്ടോ, തിരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. ഫ്രൈ ചെയ്യുന്നത് എണ്ണയുണ്ട്. ഈ കഷ്ണം വെന്ത് ഇനിയൊന്ന് അപ്പോൾ മതി. ഇത് വെന്തെന്നൊക്കെ ടേസ്റ്റ് നോക്കിയവർ പറഞ്ഞു, ടേസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കിത്
തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, അത് നല്ലോണം മൊരിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, മൊരിഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ഒതുക്കമുള്ളൊരു ചീനിച്ചട്ടിക്കകത്ത് വെച്ചാൽ എന്താണെന്നറിയാമോ കാര്യം, അത് പിന്നെ എന്നെങ്കിലേ നമുക്കതൊന്ന് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി തിരിച്ച് മൊരിഞ്ഞ് വരുന്നുണ്ട് സൈഡ്. ഗ്രില്ല് ചിക്കൻ ചെയ്യത്തില്ലേ, അതിൻ്റെ വേറൊരു രീതി. പക്ഷെ നമ്മൾ കമ്പിയിലോ അല്ല ഗ്രില്ലിലൊന്നും അല്ല വെച്ച് ചെയ്യുന്നത്, ചീനിച്ചട്ടി തന്നെയാണ്. നമുക്ക് നല്ലതായിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്, നല്ല അടിപൊളി ഗ്രേവി മസാലയാണ്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. ഇഡ്ഡലിക്കൂട്ടത്തിലൊക്കെ പുഴുങ്ങിയിട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്തെടുക്കണം. നമുക്കിത് നമ്മൾ ഇഡ്ഡലിക്കൂട്ടത്തിനകത്ത് വാഴയിലയിൽ വേവിച്ച ചിക്കനാണേ. അത് നമ്മൾ ചെറിയ ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടി വെച്ച് മുരിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവിധ മസാലകളും ചേർത്ത്, മസാലയൊക്കെ ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും